നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 ഇംപ്രൂവ്മെന്റ് തുല്യതാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പഠിതാക്കൾക്ക് വേണ്ടി നാളെ നടക്കാൻ പോകുന്ന +1 തുല്യത പൊളിറ്റിക്കൽ സയൻസ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വളരെ വൈകിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഇത് മാക്സിമം എല്ലാവരും കാണുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്കിത് സഹായിക്കും. ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്കണോമിക്സ് പരീക്ഷയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും അതുപോലെ തന്നെ വന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള ബുക്കിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ എന്നറിഞ്ഞതിൽ അതിലേറെ സന്തോഷം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ +2ൻ്റെ പുസ്തകം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. അതിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി, കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഇന്ന് നമ്മൾ പറയുന്ന +1 തുല്യത പൊളിറ്റിക്കൽ സയൻസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകൾ ഏതെല്ലാം? നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ടതാണ്. അപ്പോൾ അത് ഓരോ രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കി പോവുക. അത് വൺ വേർഡ് അടക്കമുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്ന് ബ്രിട്ടീഷ് ഭരണഘടനയാണ്. അതിൽ നിന്ന് കടം കൊണ്ടത് FPTP വ്യവസ്ഥ, പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച, സ്പീക്കർ എന്ന പദവി, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. രണ്ടാമത്തേത് കനേഡിയൻ ഭരണഘടന, അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം, അവശിഷ്ടാധികാരങ്ങൾ. മൂന്നാമത്തേത് ഫ്രഞ്ച് ഭരണഘടന, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ. അതുപോലെ റിപ്പബ്ലിക് എന്ന ആശയം. അതുപോലെ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടത് മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ഭരണഘടനയുടെ ആമുഖം. അതുപോലെ മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന ഭേദഗതിയാണ്. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടത് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളാണ്. അതുപോലെ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് കൺകറന്റ് ലിസ്റ്റ് ആണ്. ജർമ്മൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് അടിയന്തരാവസ്ഥയാണ്. ഓക്കെ, അപ്പൊ ഞാനിത് വായിച്ചു പോയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം. ഈ പിക്ചറിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്? നമുക്കറിയാം, പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സമത്വത്തിനുള്ള അവകാശം, വകുപ്പ് 14 മുതൽ 18 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 19 മുതൽ 22 വരെയാണ്. മൂന്നാമത്തേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയാണ്. നാലാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെയാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം 32, ആർട്ടിക്കിൾ 32 ആണ്. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊന്നാണ് റിട്ടുകൾ എന്നാൽ എന്താണ്? വിവിധ തരം റിട്ടുകൾ ഏതെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. റിട്ടുകൾ എന്താണ്, വിവിധ തരം റിട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് പറയുന്ന പേരാണ് റിട്ടുകൾ. അല്ലെ, റിട്ടുകൾ പ്രധാനമായും എത്ര തരം? 5 തരം റിട്ടുകളാണുള്ളത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അന്യായമായി തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന ഉത്തരവിനെയാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മാൻഡമസ് ആണ്. മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യം നിറവേറ്റാതിരുന്നാൽ അല്ലെങ്കിൽ നിറവേറ്റുന്നതിൽ പരാജയം കാണിക്കുകയാണെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോകാം. കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്? മാൻഡമസ് എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യം നിറവേറ്റാതിരുന്നാൽ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവാണ് മാൻഡമസ്. മറ്റൊന്ന് മൂന്നാമത്തേത് പ്രൊഹിബിഷൻ ആണ്. കീഴ്ക്കോടതികൾ അധികാരാതിർത്തി ലംഘിക്കുമ്പോൾ
അധികാരത്തിന്റെ അതിർത്തി, ഓരോ കോടതിക്കും അതിൻ്റെതായിട്ടുള്ള അധികാര അതിർത്തികളുണ്ട്. അതിർത്തി ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് സെർഷ്യോററി ആണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്ന റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ക്വോ വാറന്റോ ആണ്. ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ക്വോ വാറന്റോ. അതായത് ഒരു വ്യക്തി അയാൾ ആ ഒരു ജോലി ചെയ്യാൻ അർഹതപ്പെട്ട ആളല്ലെങ്കിൽ അതിൽ നിന്ന് അയാളെ റിമൂവ് ചെയ്യാൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് റിട്ടാണ് ക്വോ വാറന്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക 5 റിട്ടുകളാണുള്ളത്. റിട്ട് എന്താണ് നമ്മൾ പഠിച്ചു. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. 5 തരം റിട്ടുകളാണുള്ളത്. 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യോററി, 5 ക്വോ വാറന്റോ. അതുപോലെ എന്താണ് ഈ സ്വത്തവകാശം, ഇപ്പോൾ ഏത് തരം മൗലിക അവകാശമാണെന്നൊരു ചോദ്യം വന്നേക്കാം. സ്വത്തവകാശം എന്താണ്? നിയമപരമായ അവകാശമാണ്. പണ്ടത് എന്തായിരുന്നു? അത് മൗലികാവകാശമായിരുന്നു. സ്വത്തവകാശം അത് മൗലികാവകാശമായിരുന്നു. ഇപ്പം അതെന്തായിട്ടുണ്ട്? അത് നിയമപരമായുള്ള അവകാശമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. 44-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് അതിനെന്താക്കിയിട്ടുണ്ട്? നിയമപരമായ അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി 3ാമത്തെ ചാപ്റ്റർ ആണ് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, MP-മാർ, MLA-മാർ എന്നിവരെ തെരഞ്ഞെടുക്കുക. ഓക്കെ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, MP-മാർ, MLA-മാർ എന്നിവരെ തെരഞ്ഞെടുക്കുക. രണ്ടാമത്തെ ഒരു ചുമതല എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുക, പ്രസിദ്ധീകരിക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കലും പ്രസിദ്ധീകരിക്കലും. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക, തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുക. ഓക്കെ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുക. അതുപോലെ സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. സ്വാതന്ത്ര്യവും നീതിപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ് 4ാമത്തെ ചാപ്റ്റർ? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്തെല്ലാമാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അർഹതപ്പെട്ട അല്ലെ വിവേചനാധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിലൊന്ന്, മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധന നടത്തുന്നതിനായി തിരിച്ചയക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മന്ത്രിസഭ നൽകുന്ന ഉപദേശം അത് പുനഃപരിശോധന നടത്തുന്നതിന് വേണ്ടി തിരിച്ചയക്കുന്നതിനുള്ള അധികാരമുണ്ട്. രണ്ടാമത്തേത്, പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. ഓക്കെ, പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കാനോ അതുപോലെ തന്നെ അത് തിരിച്ചയക്കുന്നതിനുള്ള അധികാരമുണ്ട്. ഇതിന് വിളിക്കുന്ന പേര് പോക്കറ്റ് വീറ്റോ അധികാരം എന്നാണ്. പോക്കറ്റ് വീറ്റോ അധികാരം ആരുടേതാണ്? രാഷ്ട്രപതിയുടേതാണ്. ദെൻ മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത വേളയിൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, അതായത് തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും വ്യക്തമായിട്ടുള്ള ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം ലഭിക്കുന്നില്ല എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി ആര് വേണം അല്ലെങ്കിൽ ആരാവണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? അത് രാഷ്ട്രപതിക്ക് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ട മറ്റൊന്ന്, ഇന്ത്യയിലെ സിവിൽ സർവീസിനെ വർഗീകരിച്ചിരിക്കുന്ന എങ്ങനെ, വിവിധ തരം സിവിൽ സർവീസുകൾ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 തരം സിവിൽ സർവീസുകളാണുള്ളത്. ഒന്ന് അഖിലേന്ത്യാ സർവീസ് ആണ്. അതായത് IAS, IPS പോലുള്ളതൊക്കെയാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കേന്ദ്ര സർവീസ് ആണ്. കേന്ദ്ര സർവീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെയാണ് കേന്ദ്ര സർവീസ് എന്നറിയപ്പെടുന്നത്. ദെൻ മൂന്നാമത്തേത് സംസ്ഥാന സർവീസ് ആണ്. സംസ്ഥാന സർവീസ് എന്താണ്? സംസ്ഥാന സിവിൽ സർവീസ് ആണ്. ഓക്കെ, സംസ്ഥാന സിവിൽ സർവീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇന്ത്യയില് ഈ നിയമനിർമ്മാണ പ്രക്രിയ വിവരിക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ, അത് 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അതിൽ നിയമനിർമ്മാണ പ്രക്രിയ എങ്ങനെയാണ്? ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് വിവിധ ഘട്ടങ്ങളുണ്ട്. ബില്ല് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരടിനെയാണ് ബില്ല് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ട് ഘട്ടം, 3ാം വായന, ഇങ്ങനെ മൂന്ന് വായനയിലൂടെയും അതുപോലെ തന്നെ 2
ഘട്ടങ്ങളിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ഒരു നിയമം നിർമ്മിക്കപ്പെടുന്നത്. ഒന്നാം വായന, അതായത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാം വായന. രണ്ടാം വായന ബില്ലിനെ കുറിച്ച് വിശദമായ ചർച്ച നടക്കുന്ന ഘട്ടമാണ് രണ്ടാം വായന. അതായത് ആദ്യം നമ്മൾ അത് അവതരിപ്പിക്കും, ബില്ല് അവതരിപ്പിക്കും, അതാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം വായനയിൽ എന്ത് ചെയ്യുന്നു, ആ ബില്ലിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ചർച്ച നടക്കും. എന്നിട്ട് അത് കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത് ബില്ല് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടും. ആ ബില്ല് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് അത് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് സെലക്ടിംഗ് കമ്മിറ്റിക്ക് വിടും. അതുപോലെ തന്നെ റിപ്പോർട്ട് ഘട്ടമുണ്ട്. വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷം സെലക്ട് കമ്മിറ്റി ബില്ലിന്മേൽ റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. മൂന്നാം വായന എന്ന് പറയുന്നത് ബില്ല് അന്തിമ അംഗീകാരത്തിനായി സഭയിൽ അവതരിപ്പിക്കുന്നു. ഇരു സഭകളുടെയും അംഗീകാരം ലഭിച്ചാൽ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. രാഷ്ട്രപതി അംഗീകരിച്ചാൽ ബില്ല് നിയമമാകുന്നു. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നത് എങ്ങനെ എന്ന് വരെ ചോദ്യം വരാം. മനസ്സിലാവുണ്ടോ? അതിനും ഉത്തരം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബില്ല് നിയമമാകുന്നത് എങ്ങനെയാണ്? ഒന്നാം വായന, രണ്ടാം വായന, പിന്നെ കമ്മിറ്റി ഘട്ടം, പിന്നെ റിപ്പോർട്ട് ഘട്ടം, പിന്നെ മൂന്നാം വായന. ഈ രൂപത്തിലാണ് ബില്ല് എന്ത് ചെയ്യുന്നത്, നിയമമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണ സഭ 5 ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിൽ ഞാൻ പ്രസിദ്ധീകരിക്കാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നല്ലൊരു ലൈക്ക് തരിക, എല്ലാവരും നല്ല ലൈക്ക് തരിക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ല് അമർത്തുക. ഓക്കെ, അതിനടുത്ത് കാണുന്ന ബെല്ല് അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.